ഒടുവിൽ ഇറാനുമായിട്ടുള്ള യുദ്ധം അവസാനിക്കാൻ പോവുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാക്കുകൾ കേട്ടാൽ അങ്ങനെയാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്ന ഏത് സമയത്തും ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായിട്ട് വരുന്ന ഏറ്റവും പുതിയ പ്രഖ്യാപനം. അമേരിക്കൻ തെരഞ്ഞെടുപ്പും രാഷ്ട്രീയവും ലക്ഷ്യമിട്ടിട്ടുള്ള ഈ വാക്കുകൾക്ക് പിന്നിലെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ആക്സിയോസിന് നൽകിയ ഒരു ചെറിയ ഫോൺ അഭിമുഖത്തിലാണ് ട്രംപ് ഈ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. ഇറാനിൽ ഇനി ആക്രമിക്കാൻ പ്രായോഗികമായി ബാക്കിയൊന്നുമില്ല, അതുകൊണ്ട് ഇനി യുദ്ധം ഉടൻ അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യത ഉണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. എന്നാൽ ട്രംപ് സിനിമ കഴിഞ്ഞു പോകാമെന്ന് പറയുമ്പോഴും ഇസ്രായേൽ ഇപ്പോഴും ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുകയാണ് അവിടെ എന്നതാണ് യാഥാർത്ഥ്യം. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പറയുന്നത് നേരെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. ഇറാനികൾ ഭരണകൂടത്തെ പുറത്താക്കുന്നത് വരെ ടെഹ്റാനിലും രാജ്യത്തുടനീളവും ആക്രമണങ്ങൾ ദിവസങ്ങളോളം ലക്ഷ്യത്തിന് പിന്നാലെ ലക്ഷ്യം എന്ന നിലയിൽ തുടരുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഓപ്പറേഷൻ എപ്പിക് ഫ്യൂറി എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടി പൂർണ്ണ വിജയമാണെന്നാണ് വൈറ്റ് ഹൗസ് അവകാശപ്പെടുന്നത്. ഇറാൻ ഇനി അതിബുദ്ധി കാണിക്കാൻ ശ്രമിച്ചാൽ ആ രാജ്യത്തിന്റെ പേര് തന്നെ ഇല്ലാതാക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഒരു വശത്ത് യുദ്ധം അവസാനിക്കാറായ ഒരു ഹ്രസ്വകാല വിനോദയാത്രയാണെന്ന് ട്രംപ് പറയുമ്പോഴും ഒരു മറുവശത്ത് അമേരിക്കൻ ലക്ഷ്യങ്ങൾ പൂർണ്ണമായും നേടിയിട്ടില്ല എന്നും ഉള്ള കാര്യവും അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. ഈ യുദ്ധം അമേരിക്കയ്ക്കും ഇസ്രായേലിനും അവരുടെ രാഷ്ട്രീയ സൈനിക ലക്ഷ്യങ്ങൾ നേടാനുള്ളതാകാം. പക്ഷെ ഇതിന്റെ യഥാർത്ഥ വില കൊടുക്കുന്നത് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലുള്ള ജനങ്ങൾ തന്നെയാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ഈ ഒരു അസ്ഥിരത ആഗോള ഊർജ്ജ വിപണിയെ പ്രതിസന്ധിയിലേക്ക് താൽക്കാലികമായിട്ടാണെങ്കിലും ഒരു പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുകയാണ്. ഹോർമൂസ് കടലിടുക്കിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം തുടരുകയാണ്. ഇതിനകം തന്നെ ഖത്തർ അവരുടെ പ്രകൃതിവാതക ഉൽപാദനം നിർത്തിവെച്ചു. ബഹ്റൈൻ ആകട്ടെ അന്താരാഷ്ട്ര വിതരണ കരാറുകൾ നിറവേറ്റാൻ കഴിയില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ചുരുക്കത്തിൽ ലോകമെമ്പാടും എണ്ണവിലയും പാചകവാതക വിലയും കുതിച്ചുയരാനുള്ള ഒരു സാധ്യതയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രംപിന് എപ്പോൾ വേണമെങ്കിലും യുദ്ധം അവസാനിപ്പിക്കാമെന്ന് പറയാൻ എളുപ്പമായിരിക്കും. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയായെന്നും അവർ അവകാശപ്പെട്ടേക്കാം. എന്നാൽ ബോംബുകൾ വീഴുന്നത് നിന്നാലും ഈ യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാക്കിയ ചെറിയ മുറിവുകൾ ഉണങ്ങാൻ കുറച്ച് സമയമെടുക്കും. എന്തായാലും വിലക്കയറ്റത്തിന്റെയും ഊർജ്ജ പ്രതിസന്ധിയുടെയും രൂപത്തിന്റെ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ സാധാരണക്കാരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുൻപ് തന്നെ ഈ യുദ്ധം അവസാനിക്കട്ടെ എന്ന് തന്നെ പ്രാർത്ഥിക്കാം. ന്യൂസ് ഡെസ്ക്.